എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എണ്ണ കാച്ചി തന്നിരുന്ന ഒരു എണ്ണയാണ്. മുടി കൊഴിച്ചൽ മാറാനും മുടി നന്നായി വളരാനും നരച്ച മുടി കറുക്കാനും ഉള്ളൊരു എണ്ണയാണ്. ഇത് ഇന്നും ചില വീടുകളിലൊക്കെ എണ്ണ കാച്ചുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെയുള്ള ചെമ്പരത്തിപ്പൂവാണ്. അത് ഇതള് തിരിച്ച ചെമ്പരത്തിപ്പൂ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കറിവേപ്പില, ചെത്തിപ്പൂവ്, ഇത്രയും ചെത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി, തൊണ്ട് കളഞ്ഞ ചുമന്നുള്ളി. ഇനി വേണ്ടത് തുളസിയാണ്. തുളസിയുടെ ഇല ഇതുമാതിരി വെച്ച തുളസിയുടെ ഇല വേണം. ഇനി വേണ്ടത് കറ്റാർവാഴ. കറ്റാർവാഴയുടെ രണ്ട് സൈഡിലെ മുള്ള് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ കാച്ചാം. സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ പതയൊക്കെ വറ്റിയതിന് ശേഷം വേണം കൂട്ടുകൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ പതയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഓരോ കൂട്ടുകളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വേണം എണ്ണ കാച്ചാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ നന്നായി ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു ഉരക്കല്ലിൽ ഇങ്ങനെ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉരക്കല്ലിൽ ചതച്ച കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കറ്റാർവാഴ ഇതുപോലെ തന്നെ ചതച്ചതാണ്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ചെത്തിപ്പൂവാണ്. ചെത്തിപ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്പരത്തിപ്പൂവ് ഇതേപോലെ ആയിട്ട് വെച്ച ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം. ഇനി തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. തീ നന്നായി കുറച്ചിട്ട് വേണം നമ്മളിതൊക്കെ തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി വേണ്ടത് ഉള്ളി, ചുവന്നുള്ളി ഒരക്കല്ലിൽ ചതച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചേരുവകളും കൃത്യമായി ചേർത്ത് 1/2 കിലോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ, കൂടുതൽ സാധനങ്ങളും ചേർത്ത് കുറേ നാളേക്ക് ഈ വെളിച്ചെണ്ണ കാച്ചി തലമുടിയിൽ പുരട്ടാം. 1/2 മണിക്കൂർ കുളിക്കുന്നതിന് മുന്നേ 1/2 മണിക്കൂർ മുന്നേ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം കുളിക്കാനായിട്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. എണ്ണ കാച്ചതിൻ്റെ മണം വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ബ്രൗൺ കളറിൽ ആകുമ്പോൾ വേണം നമുക്ക് ഈ എണ്ണ തയ്യാറായി കിട്ടാനായിട്ട്. കരിഞ്ഞു പോകരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ എണ്ണയുടെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എണ്ണ ഈ രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കുക. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക്
ഒരു തുണി വെച്ചിട്ടാണ് അരിച്ച് എടുക്കുന്നത്, എണ്ണ അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് പകർത്തിയെടുക്കുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് പതുക്കെ ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ നിങ്ങൾ അരിപ്പ വെച്ചിട്ടായാലും ഊറ്റിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ തുണിയിലേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി പിഴിഞ്ഞ് കൊറ്റൻ എടുക്കാം. ഈ രീതിയിൽ വേണം എണ്ണ ഊറ്റി എടുക്കാനായിട്ട്. തുണിയിലായാലും അരിപ്പയിലായാലും നന്നായി ഇതിൻ്റെ സത്തൊക്കെ എണ്ണയിൽ കിട്ടണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പിഴിഞ്ഞ് എടുക്കണം. ഈ രീതിയിൽ വേണം എണ്ണ കാച്ചി ഊറ്റിയെടുക്കാനായിട്ട്. അതിന് ശേഷം ഈ കൊറ്റൻ നമുക്ക് കളയാവുന്നതാണ്. ഇനി കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കാം. നല്ല രീതിയിൽ എണ്ണ കാച്ചി കിട്ടിയിട്ടുണ്ട്. ഇത് കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു എണ്ണയാണ്. ഇതിൽ മായമൊന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കുപ്പിയിൽ അടച്ച് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റണ ഒരു എണ്ണയാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക.